തൃശൂർ ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്കിൽ വൻ കവർച്ച. കൗണ്ടറിലെത്തിയ അക്രമി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലി തകർത്ത ശേഷമാണ് കവർച്ച നടത്തിയത്. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കവർച്ച നടന്നത്. 15 ലക്ഷം രൂപ മോഷണം പോയെന്നാണ് പ്രാഥമിക നിഗമനം. ബൈക്കിലാണ് മോഷ്ടാവെത്തിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇത് സാറാണ് രണ്ടുപേരുടെ സാറെ കത്തി കാണിച്ചാറുണ്ട്, പേടിച്ചാറുണ്ട്. അതെ, ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 to 2:30 2 to 2:30 ലഞ്ച് ബ്രേക്ക്. അപ്പോൾ 2:12 അയാൾ വന്നു. ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്നതാണ്. ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു. കയ്യിലൊരു കത്തി, നമ്മൾ സാധാരണ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നേരത്തെ പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. നേരെ ഇറങ്ങി പോയി. ഇത്രയാണ്. ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെയൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യാൻ ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മോഷ്ടാവ് അവിടെ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ ഒരു മുറിയിലേക്കാക്കി അത് ആ വാതില് ഒരു കസേരയുടെയോ സ്റ്റൂളിൻ്റെയോ കാല് വെച്ച് പൂട്ടിയിട്ടതിന് ശേഷമാണ് ഇപ്പുറത്ത് പൊളിച്ച് പണമെടുത്ത് പോകുന്നത്. എല്ലാം ക്ഷണവേഗത്തിൽ നടക്കുകയും ചെയ്തു എന്ന് പോലീസും കൺഫേം ചെയ്യുകയാണ്. ഈ കള്ളനെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ പോലീസിന്? സുജിയ, ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ SP നടത്തിയ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കരിക്കത്തിയുമായി ലക്ഷങ്ങൾ മോഷ്ടിക്കാനെത്തിയ ഒരു മോഷ്ടാവ്, അതോടൊപ്പം തന്നെ 45 ലക്ഷം രൂപ ബണ്ടിലായി മേശയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ എടുത്തത് 3 ബണ്ടിൽ മാത്രമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 45 ലക്ഷം രൂപ മോഷ്ടിക്കുന്നതിന് പകരം വെറും 15 ലക്ഷം രൂപ മാത്രം മോഷ്ടിച്ച് കടന്നു പോകുന്ന ഒരു മോഷ്ടാവ്, ഒരു കവർച്ചക്കാരൻ, ഈ രണ്ടുമാണ് പോലീസിന് ഇപ്പോൾ പ്രധാനമായും പിടിവള്ളിയായിരിക്കുന്നത്. മോഷണം, കവർച്ച മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കവർച്ച മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഒരു കരിക്കത്തിയുമായി ഒരു കവർച്ചക്കാരൻ വരില്ല, ഒരു സ്കൂട്ടറിൽ കവർച്ചക്കാരൻ വരില്ല. മാത്രമല്ല, തൻ്റെ മുമ്പിൽ 45 ലക്ഷം രൂപ ഇരിക്കുമ്പോൾ വെറും 15 ലക്ഷം രൂപ മാത്രം എടുത്ത് കടന്നു പോകുന്ന ഒരു കവർച്ചക്കാരനെ പോലീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവർച്ചയ്ക്ക് പുറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തൃശൂർ റൂറൽ SP പറഞ്ഞത്. വന്നിരിക്കുന്ന വാഹനം ഏതാണെന്നതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഏത് ഭാഗത്തേക്കാണ് പോയതെന്നതിനെ സംബന്ധിച്ച് ധാരണയുണ്ട്. ഇത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം റൂറൽ SP പ്രകടിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8ഓളം ജീവനക്കാർ ഈ ബാങ്കിലുണ്ട്. ആ സമയത്ത് 2 പേർ മാത്രമാണ് ബാങ്കിൻ്റെ പൊതു ഇടത്തിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ, ഒരാൾ പുറത്തു പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ, ബാക്കിയുള്ളവർ അതിനപ്പുറത്തൊരു ഹാളിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. യാതൊരു രീതിയിലുള്ള പ്രതികരണമോ ഒരു ഡിഫൻസോ ഇല്ലാതെ കവർച്ചക്കാരൻ വളരെ ഭംഗിയായി അത് ബാഗിലേക്ക് ഇടുന്നു. 2 പേരെ മുറിയിലേക്ക് അടയ്ക്കുന്നു. മുറി വളരെ ഭംഗിയായി ഒരു കസേരയെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം പണം മുഴുവൻ 3 ബണ്ടിൽ മാത്രം ബാഗിലിട്ട് പുറത്തേക്ക് പോകുന്നു. ഇതാണ് പോലീസിനെ ഇപ്പോൾ ഏറെ കുഴപ്പിക്കുന്നതും വലിയ ആത്മവിശ്വാസം നൽകുന്നതും. ഏതായാലും സംബന്ധിച്ച് അന്വേഷണം ഊർജിതമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ്. 2:10 ഒരു സ്കൂട്ടറിൽ വളരെ ശാന്തനായി എത്തിയ ഒരു കവർച്ചക്കാരൻ കടക്കുകയും പിന്നീട് 15 ലക്ഷവുമായി കടക്കുകയും ചെയ്തത്. സുജയ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കറിക്കത്തി കാട്ടി കവർച്ച പട്ടാപ്പകൽ പോട്ട ശാഖയിൽ ഫെഡറൽ ബാങ്കിൽ.